കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം. വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. എല്ലാവർക്കും നമസ്കാരം. സീതാ ഹനുമൽ സംവാദം തുടരുന്നു. സീതാദേവിയോടായി ശ്രീരാമചന്ദ്രൻ സീതാ തത്വം ഉപദേശിക്കാൻ ആവശ്യപ്പെട്ടത് പ്രകാരം സീതാദേവി ഹനുമാനെ വിളിച്ച് ശ്രീരാമചന്ദ്രദേവൻ ആരാണെന്നും അദ്ദേഹത്തിന്റെ പത്നി ആയ ഞാൻ സീതാദേവി ആരാണെന്നും വ്യക്തമായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു രാജധാനിയിൽ വെച്ച്. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. തുടർന്ന് ചിന്തിക്കാം. നോക്കൂ. ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും. അല്ലയോ ഹനുമാനെ, നിനക്കറിയോ എന്ത്? ഈ ഭൂമിയില് ദിനകര വംശത്തിൽ അങ്ങനെ രണ്ടു വംശമുണ്ട് അല്ലെ. ഏതൊക്കെയാ? ദിനകര വംശം എന്ന് പറഞ്ഞാൽ സൂര്യവംശം അല്ലെ. ലൂണാർ ഡൈൻസ്റ്റി എന്ന് പറഞ്ഞതും, അതായത് നമുക്ക് സൂര്യവംശവും ചന്ദ്രവംശവുമാണ്. അപ്പോ സോളാർ ഡൈൻസ്റ്റി, ലൂണാർ ഡൈൻസ്റ്റി. അതില് സൂര്യവംശത്തിലാണ് ത്രേതായുഗത്തില് ശ്രീരാമചന്ദ്രൻ അവതാരം എടുത്തു വന്നത്. എന്നാൽ നമ്മുടെ മഹാഭാരത കഥയൊക്കെ ചന്ദ്രവംശ ചന്ദ്രൻ മഹാരാജാവിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ അതിനപ്പുറമൊക്കെയുള്ള ചന്ദ്രന്റെ വംശത്തിൽ നിന്ന് പിറന്നു പോകുന്നതാണ് മഹാഭാരത ഇതിഹാസം എന്ന്. ടു എപ്പിക്, നമുക്ക് രണ്ട് ഇതിഹാസമാണുള്ളത്. ഒന്ന് മഹാഭാരതം ബൈ വ്യാസ, മറ്റൊന്ന് രാമായണം ബൈ വാൽമീകി ഋഷി. അപ്പൊ ഇവിടെ ഞാൻ പറയുകയാണ്, എൻ്റെ പതിയായ ശ്രീരാമചന്ദ്രൻ ദേവൻ ജനിച്ചത് സൂര്യവംശത്തിലാണ്, അത് ഭൂമിയിൽ അല്ലെ. അപ്പൊ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി, എല്ലാവരെയും രമിപ്പിക്കുന്ന സ്വഭാവത്തോടു കൂടിയ രാമനായ സർവേശ്വരൻ താൻ വന്നു പിറന്നതെന്നും നീ അറിയുക ഹനുമാനേ എന്ന്. ആമിഷഭോജികളെ വധിപ്പാനായി കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം. ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഓഫ് രാമകഥ ബ്രീഫായിട്ട് സീതാദേവി ഹനുമാനെ പറയും. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീണ്ടും ശിവൻ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ വീണ്ടും ശിവൻ പാർവതിയോട് തന്നെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുകയാണ് എന്ത്? ആമിഷഭോജികളെ. ആമിഷഭോജികൾ എന്ന് പറഞ്ഞാല് മാംസം കഴിക്കുന്നവർ രാക്ഷസന്മാര്. അപ്പം ആമിഷം എന്ന് പറഞ്ഞാല് ശരിക്കും മാംസം എന്ന് പറയും. അപ്പൊ ആമിഷഭോജികളെ വധിപ്പാനായി കൊണ്ട് അല്ലെ. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഉണ്ടല്ലോ. അപ്പൊ വെജ് കഴിക്കുന്നവരൊക്കെ ഒരു പ്രകൃതക്കാരാവും എന്നാണ് പറയുന്നത്. മറ്റത് നോൺ കഴിക്കുന്നവരൊക്കെ രജോഗുണം വർദ്ധിക്കുന്നവരായിരിക്കും. അപ്പം ആമിഷഭോജികളെ വധിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ടല്ലോ അല്ലെ. ആരെ? അസുരന്മാരെ യാഗരക്ഷയ്ക്കായി കൂട്ടിക്കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ ഇവിടെ പറയാണ് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം. അതിന്റെ കാര്യങ്ങൾ ചുരുക്കിയാണ് പോകുന്നത് കേട്ടോ. അതായത് വിശ്വാമിത്ര മുനി നമ്മുടെ രാമനെ ലക്ഷ്മണനെയും കൂട്ടി കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാലം ക്രുദ്ധയായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം. നമുക്കറിയാം കഥയൊക്കെ അല്ലെ. അങ്ങനെ കാട്ടിലൂടെ പോണ സമയത്ത് ക്രോധത്തോടെ പാഞ്ഞെടുത്ത അല്ലെ രാക്ഷസി അറിയണത് ദുഷ്ടയാം താടകയെ. വിശ്വാമിത്രന്റെ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് താടക എന്ന് പറഞ്ഞ് രാക്ഷസി വരുന്നുണ്ട്. താടകന്മാരൊക്കെ ഇന്ന് നമുക്ക് ധാരാളം കാണാം. അപ്പൊ ഇവിടെ ഈ താടക ഇവരെ പിടിച്ച് വിഴുങ്ങാനായി കൊണ്ടുവന്ന സമയത്ത് അവളെ വധിച്ചു ശ്രീരാമചന്ദ്രൻ. ഇവിടെ
ക്രുദ്ധയായി അടുത്തൊരു, ശരിക്കും ഇവിടെ ശ്രീരാമചന്ദ്രൻ ആദ്യം വധിക്കുന്നതും ഒരു സ്ത്രീയായ താടകയാണ്. അത് മഹാത്മാക്കളൊക്കെ അധികം വധിക്കുന്നത് സ്ത്രീജനങ്ങളെ, സ്ത്രീ ഹത്യ പാടില്ല എന്നൊക്കെ ധർമ്മശാസ്ത്രങ്ങൾ വിളിച്ചോന്നുണ്ടെങ്കിലും മഹാത്മാക്കളായ ഈവൻ നമ്മുടെ മഹാവിഷ്ണു തന്നെ ഒരു സ്ത്രീയെ കൊന്നതിന്റെ പേരിലാണ് ദശാവതാരം ഭൂമിയിൽ അനുഭവിച്ചു തീർക്കേണ്ടി വന്നത്. അത് കഥ വേറെയാണ്, അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. മഹാവിഷ്ണുവിന് 10 അവതാരം ഭൂമിയിൽ അവതരിക്കേണ്ടി വന്നിട്ടുള്ളത് ഒരു സ്ത്രീയെ വധിച്ചതിനെ കൊണ്ടാണ് ദേവാസുര യുദ്ധത്തില്. അപ്പം ഇവിടെ അതുപോലെ പിന്നെ ശ്രീകൃഷ്ണനും പൂതിരയെയാണല്ലോ വധിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെയും പറയുകയാണ് എന്താണ്, ക്രുദ്ധയായി അടുത്തു വന്ന രാക്ഷസിയായിരിക്കുന്ന താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം പെട്ടെന്ന്. സിദ്ധാശ്രമം ആരുടെ ആശ്രമമാണ്? വിശ്വാമിത്രന്റെ ആശ്രമം. അവിടേക്കാണ് ഇവരെ കൂട്ടിക്കൊണ്ടുപോണേ. അപ്പോ ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന, യാഗം ചെയ്യാനുള്ള സിദ്ധാശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്ന ബദ്ധമോദേനെ പൂക്കുയാഗരക്ഷയും ചെയ്തു. അവിടെ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യമൊക്കെ ചെയ്തു. വിശ്വാമിത്ര മുനിയുടെ ആശ്രമത്തിൽ ചെന്നു. പെട്ടെന്ന് വളരെ സന്തോഷത്തോടെ, ബദ്ധമോദേനെ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ പൂക്കുവന പ്രവേശിച്ചു. യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശികമുനിയും. അതായത് വിശ്വാമിത്രന്റെ വേറെ പേരാണ് കൗശികമുനി. അതായത് സിദ്ധസങ്കല്പൻ എന്ന് പറയാൻ കാരണം തന്റെ സങ്കല്പങ്ങളെയൊക്കെ സിദ്ധിച്ചവനായതുകൊണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കാലേക്കൂട്ടി മുൻകൂട്ടി ചില സങ്കല്പ വികല്പ അതൊക്കെ ചില പ്ലാനിങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ പ്ലാനുകൾ വിശ്വാമിത്രൻ മുനി രാമലക്ഷ്മണന്മാരെ ഇവരെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ തന്നെ വിശ്വാമിത്രയുടെ മനസ്സിൽ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം യഥാവിധി നടത്തിയ കൗശിക മുനിയാകുന്ന നമ്മുടെ വിശ്വാമിത്രൻ അവിടെ പറയുന്നു, മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം, മിഥിലയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വയ്ക്കാനൊന്നും ആവശ്യമില്ല. ഗൗതമ പത്നിയായോരഹല്യാശാപം തീർത്തു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വരുന്നുണ്ട്. ഗൗതമന്റെ ഋഷിയുടെ പത്നിയാണ് അഹല്യ. ആരാണ് അഹല്യ, ആരാണ് ഗൗതമൻ, എന്തുകൊണ്ടാണ് അഹല്യക്ക് ശാപം കിട്ടിയത്, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാം. ഇപ്പൊ ഈ സീത ഒരു ബ്രീഫായിട്ടാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത് ഹനുമാനെ. അപ്പൊ നമുക്ക് അങ്ങനെ ബ്രീഫായിട്ട് ഒന്ന് പോകാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാരണസഹിതം നമുക്ക് പിന്നെ പഠിക്കാം. എന്താണ്? ഗൗതമ പത്നിയായൊരഹല്യ ശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പൂക്കു. അങ്ങനെ അവളെ തൊഴുത് അവളെ അനുഗ്രഹിച്ചു. ശ്രീരാമദേവൻ അവൾക്ക് മോക്ഷം കൊടുത്തു, അവളെ അനുഗ്രഹിച്ചു. മിഥിലയിലേക്ക്, കൊട്ടാരത്തിലേക്ക് പൂക്കു. അവിടെ ചെന്നു, മിഥിലയിൽ ചെന്നു. എന്നിട്ടോ എന്റെ അച്ഛന്റെ കൊട്ടാരത്തിൽ അവിടെ വന്നു. മിഥിലാപുരമകം പൂക്കു. മുപ്പുരവൈരിയുടെ ജാപവും മുറിച്ചുടൻ മത്പാണി ഗ്രഹണവും ചെയ്തു പോരുന്ന നേരം. പിന്നെ ഉണ്ടായത് എന്ത്? എന്റെ അച്ഛന്റെ കൊട്ടാരത്തില് മിഥിലയിൽ വന്നിട്ട് എന്ത് ചെയ്തു? എന്നെ വേട്ടു. അഥവാ അവിടെ ചില ക്വാളിഫിക്കേഷൻ, ഒരു പരീക്ഷയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെ അങ്ങനെ പിടിച്ച് എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല. അവിടെ ഒരു ശാപം അല്ലെങ്കിൽ ഒരു ഇത് വെച്ചിട്ടുണ്ടല്ലോ, അത് വില്ല്. ആ വില്ല് മുറിക്കുന്നവനെയല്ലേ എന്നെ കൊടുക്കൂ എന്നല്ലേ അച്ഛൻ പറഞ്ഞത്. അത് പ്രകാരം അങ്ങനെ ഇവിടെ പറയുന്നു ശൈവശാപമാണ്. മുപ്പുരുവൈര എന്ന് പറഞ്ഞത് ശിവനാണ്. മുപ്പുരവൈരിയുടെ ശാപവും അദ്ദേഹത്തിന്റെ ഒരു ശൈവശാപം ഉണ്ടല്ലോ, ശിവന്റെ ഒരു വില്ല്, അത് മുറിച്ചുടൻ. അത് ആര് മുറിക്കുന്നോ അവർക്കാണ് ഞാൻ സീതാദേവിയെ കൊടുക്കുക എന്നുള്ളൊരു കണ്ടീഷനൊക്കെ ആദ്യം എഴുതി വെച്ചിരുന്ന കൊട്ടാരത്തില്. അത് പ്രകാരമാണ് ആ വില്ലെടുത്ത് രാമദേവൻ മുറിച്ചു. അങ്ങനെ എന്നെ വേട്ടു. ശാപവും മുറിച്ചുടൻ മത്പാണി ഗ്രഹണവും, പാണിഗ്രഹണം, എന്റെ വിവാഹമൊക്കെ നടത്തി സദ്യ കൊണ്ട് ഉഷാറായി ഇങ്ങനെ എമ്പൊക്കെ ഇട്ട് ഇങ്ങനെ വരികയായിരുന്നു. അപ്പോ മത്പാണി ഗ്രഹണവും ചെയ്തു പോരുന്ന നേരം, അങ്ങനെ തിരിച്ച് ഇങ്ങനെ അയോധ്യയിലേക്ക് പോരുന്ന നേരത്ത് മുൽപ്പൂക്കു തടുത്തൊരു ഭാർഗവ രാമൻ തന്റെ ദർപ്പവും അടക്കിവൻ പടയോടയോധ്യയും പൂക്കു. അങ്ങനെ വരുന്ന സമയത്ത് വേറെ ആളെ കണ്ട് മുട്ടി വഴിക്ക് വെച്ചിട്ട്, അല്ലേ? ആരെയാണത് കണ്ടുമുട്ടിയത്? നമ്മുടെ പരശുരാമൻ. അതാണ് ഭാർഗവ രാമൻ. മുൽപ്പൂക്കു, സർവശക്താധിപനായിരിക്കുന്ന അല്ലെങ്കിൽ കെൽപ്പോടുകൂടി നിൽക്കുന്ന
നിക്ക് അവിടെ, നീ സീതയെ കൊണ്ടുപോകാൻ വരട്ടെ, നീ ആദ്യം എന്റെ പരീക്ഷ പാസ്സായിട്ട് പോയാൽ മതി, എന്നോട് യുദ്ധം ചെയ്ത് ജയിച്ചിട്ട് നീ സീതയും കൊണ്ടുപോയാൽ മതി എന്ന് തടുത്ത ആ ഭാർഗവരാമന്റെ അഥവാ പരശുരാമന്റെ ദർപ്പവും തീർത്തു കൊടുത്തു അല്ലെ. ഭാർഗവരാമൻ തന്റെ ദർപ്പവുമടക്കി വൻപടയോടതിയും അയോധ്യയും പൂക്കൂ. സംവത്സരമിരുന്നു സുഖത്തോടെ. അങ്ങനെ ഭാർഗവരാമന്റെ അഹങ്കാരമൊക്കെ തീർത്ത് അയോധ്യയിൽ തിരിച്ചെത്തി. ഞങ്ങള് അങ്ങനെ വളരെയധികം സന്തോഷത്തോടെ ഞാനും ശ്രീരാമചന്ദ്രനും ഒന്നല്ല ദ്വാദശ, ദശം എന്ന് പറഞ്ഞാൽ 10 അല്ലേ, 2, അപ്പൊ 10+2 12 വത്സരം അവിടെ രാജകൊട്ടാരത്തിൽ അങ്ങനെ ഞങ്ങൾ സുഖമായിട്ടിരുന്നു എന്റെ ഹനുമാനെ എന്ന് പറഞ്ഞ് വീണ്ടും തുടരുന്നു.